ഇന്നലെ വരെ സഹയാത്രികനായിരുന്നു. വെറും സഹയാത്രികനല്ല, CPIM-ന്റെ പോരാളിയായി തന്നെയാണ് എപ്പോഴും KT ജലീൽ പ്രവർത്തിച്ചിരുന്നത്. 4 തവണ MLA ആയി. ആദ്യമായി MLA ആകുന്നത് 2006-ൽ PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുറ്റിക്കോലിൽ. ചരിത്രമായിരുന്നു അത്, ചരിത്ര വിജയമായിരുന്നു അത്. അതിനുശേഷം കേരളത്തിൻ്റെ മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു 2016-21 കാലത്ത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും തവനൂരിൽ മത്സരിച്ചു, പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ അദ്ദേഹം സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ CPIM-ന്റെ സഹയാത്രികനായിരുന്ന KT ജലീൽ ഇനി പാർട്ടി അംഗമാണ്, CPIM അംഗമാണ്. മലപ്പുറത്തിൻ്റെ ഗതി മാറ്റാൻ ഉതകുന്ന തരത്തിൽ CPIM-ന്റെ മുന്നണി പോരാളിയായി മാറുന്നു KT ജലീൽ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്: ഇനി സഹയാത്രികനല്ല, പാർട്ടിയുടെ ഭാഗം. എൻ്റെ പൊതുജീവിതത്തിൽ വലിയ താങ്ങും തണലും നൽകിയ പാർട്ടിയാണ് CPIM. 2006-ൽ തുടങ്ങിയ ആത്മബന്ധം 2 പതിറ്റാണ്ടിനിടയിൽ ഒരു ഘട്ടത്തിലും ദുർബലമായിട്ടില്ല. സഹയാത്രികനായിരിക്കെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയൻ നയിച്ച 2 സംസ്ഥാന ജാഥയിലും ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച ഒരു ജാഥയിലും ഈയുള്ളവരെ അംഗമാക്കിയ CPIM എന്നിൽ അർപ്പിച്ച വിശ്വാസം വളരെ വലുതാണ്. ഒരാളുടെയും പിന്നാലെ നടക്കാതെയും ഒരാളെ കൊണ്ടും ശുപാർശ ചെയ്യിക്കാതെയും മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി 4 പ്രാവശ്യം MLA-യും 5 വർഷം മന്ത്രിയുമാക്കിയ പാർട്ടിയോട് എക്കാലവും ഞാൻ കടപ്പെട്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തെ തുടർന്ന് വിമർശന ശരങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്ന CPIM വലതുപക്ഷ പിന്തിരിപ്പന്മാരാലും വർഗീയ ശക്തികളാലും നഖശിഖാന്തം എതിർക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വർഗീയ ഫാസിസ്റ്റുകൾ പണം വിടർത്തി ആടുന്ന വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ഒരു പൊതു പ്ലാറ്റ്ഫോം ഒരുക്കി ആശയരംഗത്തും കർമ്മ മേഖലയിലും അക്ഷരാർത്ഥത്തിൽ പൊരുതി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇടതുപക്ഷ ചേരി ദുർബലമായാൽ ആത്യന്തികമായി നഷ്ടം സംഭവിക്കുക ദുർബല ജനവിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കുമാണെന്ന സത്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായപ്പോൾ ഉണ്ടായ TMC-യുടെ ആയുസ് വെറും 15 വർഷമാണ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ്. സമാന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊർജ്ജസ്വലതയോടെ നിലനിൽക്കണം. കാപട്യക്കാരും അഭിനേതാക്കളും കളഞ്ഞിറഞ്ഞാടുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയ ശൈലി പിന്തുടരുന്നത് കൊണ്ട് മാത്രം വിമർശിക്കപ്പെടുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ. ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും തുലനം ചെയ്യുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാതെയും ധാർമ്മിക ബോധം സ്വജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് മഹാഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരും. അപവാദമുണ്ടാകാം, ഞാൻ നിഷേധിക്കുന്നില്ല. അത്തരക്കാർ പക്ഷേ ന്യൂനപക്ഷമാണ്. അത് തെളിഞ്ഞാൽ അവരെ മാറ്റി നിർത്താൻ മടി കാണിക്കാത്തവരാണ് ഇടതുപക്ഷ കക്ഷികൾ. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് തരികിടക്കാരും തട്ടിപ്പന്മാരും ഏറ്റവും കുറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നർത്ഥം. വ്യക്തിവിശുദ്ധിയുടെ കാര്യത്തിലും സ്ഥിതി ഭിന്നമല്ല. കറകളഞ്ഞ മതേതരവാദികളുമാണ് അവർ. ഇതെല്ലാം എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ്, ആരും പറഞ്ഞു തന്നതല്ല. മതാചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസിക്ക് CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ലെന്നും അത്തരക്കാർ മതത്തിൽ നിന്ന് പുറത്താണെന്നുമുള്ള വാദമുയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നതിൽ നിന്ന് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ വിശ്വാസികളെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അതത് വിഭാഗങ്ങളിലെ വർഗീയ വിഷം ചീറ്റുന്നവർ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന അത്യന്തം അപകടകരമായ അവസ്ഥ കാണാതിരുന്നുകൂടാ. ലോകത്തുള്ള എല്ലാ വർഗീയ ജാതീയ സങ്കുചിത ശക്തികളും ഒരുമിക്കുന്ന ഏക ബിന്ദു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ക്ഷയിപ്പിക്കുക എന്നിടത്താണ്. അതിനെതിരായ ശക്തമായ പ്രതിരോധവും കൂടിയാണ് CPIM-ൽ അംഗത്വമെടുക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം. ഒരാൾക്ക് നല്ല വിശ്വാസിയും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമാകാൻ കഴിയുമെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച പലരുമുണ്ട്. ലോക മുതലാളിത്തത്തിനെതിരെയും ഇറാനും ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ആരെയാണ് ആവേശം കൊള്ളിക്കാത്തത്? ലോക ഫാസിസത്തിനെതിരായി കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളും ഒരുമിച്ച് പടുത്തുയർത്തിയിരിക്കുന്ന ഐക്യനിര എല്ലാ മുൻധാരണകളെയും കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലും സമാന വേദികൾ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. മതങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും പവിത്രത ജീവിതത്തിൽ പകർത്താതെ അവയെ ചൂഷണോപാധിയാക്കി സാധാരണ ജനങ്ങളെ പറ്റിച്ച് ധനസമ്പാദനം നടത്തുകയും അധികാരം കൈയാളുകയും ആഡംബരത്തിൽ ആറാടുകയും ചെയ്യുന്ന വിദ്വേഷ പ്രചാരകരോടുമുള്ള വിയോജിപ്പ് കൂടിയാണ് എൻ്റെയും സഹധർമ്മിണിയുടെയും പാർട്ടി പ്രവേശനം. പ്രസ്ഥാനത്തിൻ്റെ സമൃദ്ധകാലത്ത് ഏതു പാർട്ടിയിൽ ചേരാനും ഒരുപാട് പേർ കാണും. എന്നാൽ പാർട്ടി വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് സഖാക്കൾക്കൊപ്പം അവരിൽ ഒരാളായി നിൽക്കാതെ മാറി നിന്നാൽ സമൂഹത്തോട് ചെയ്യുന്ന കൊടിയ
അപരാധമാകും അത്. കർഷകരും ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും അധ്യാപകരും വ്യവസായികളും പ്രൊഫഷണലുകളും വിദ്യാസമ്പന്നരും ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും യുവാക്കളും പ്രവാസികളും കുട്ടികളും മധ്യവയസ്കരും വയോജനങ്ങളും എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന കൂട്ടായ്മയിൽ അണിചേരുക എന്നത് ഓരോ മനുഷ്യ സ്നേഹിയുടെയും ജീവിതധർമ്മമാണെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ആ മഹത്തായ ദൗത്യമാണ് പാർട്ടി അംഗങ്ങളാകുന്നതിലൂടെ സഫലമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീലും ഭാര്യയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി പങ്കുവച്ചിട്ടുണ്ട്. രണ്ടുപേരും CPIMൻ്റെ അംഗത്വം എടുത്തിരിക്കുന്നു, CPIMൻ്റെ അംഗങ്ങളായിരിക്കുന്നു. ഇനി സഹയാത്രികരല്ല, ഞങ്ങൾ CPIM പ്രവർത്തകരാണ്, CPIMന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. മലപ്പുറം ജില്ലയിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമോ? KT ജലീൽ അതിൻ്റെ നായകനാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വലിയ മാറ്റം തന്നെയാണ്. ഇത്രയും കാലം സഹയാത്രികനായി നിന്ന് പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച വ്യക്തി ഇന്ന് പാർട്ടിയുടെ ഭാഗമാകുന്നു, CPIMൻ്റെ ഭാഗമാകുന്നു എന്നത് ചെറിയ കാര്യമല്ല. എന്തായാലും മലപ്പുറത്ത് അത് ചലനമുണ്ടാക്കും. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് വലിയ ചലനമുണ്ടാക്കും. ഒരു കാറ്റായി അത് വീശട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.